മേഘേ, ഈ ഒരു 91,35,000 രൂപ ഞാൻ മേഘയുടെ കയ്യിൽ തരിക. മേഘ എന്ത് ചെയ്യും? ഞാനത് FD ഇടും. FD ഇട്ടിട്ട് അതിന്റെ പലിശ വാങ്ങിച്ച് ഞാൻ ജീവിക്കും. എന്നോട് ചോദിച്ചേ. 91 ലക്ഷം രൂപ കിട്ടിയാൽ 91,35,000 രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? ഞാന് എന്റെ നാട്ടില് എന്റെ 365 സെന്റ് സ്ഥലം റബ്ബർ തോട്ടം ഉൾപ്രദേശത്ത് എവിടെയെങ്കിലും പോയി മേടിക്കും. അതായത് 3.5 ഏക്കറിന് മുകളിൽ റബ്ബർ തോട്ടം മേടിക്കും. അതിനകത്ത് 2-3 പശുവിനെയൊക്കെ മേടിച്ച് കെട്ടി റബ്ബർ വെട്ടി ജീവിക്കും. ഇനി 91,35,000 രൂപ ഒരു സെലിബ്രിറ്റിക്ക് ഇടയിലാണ് കിട്ടുന്നതെന്ന് വെച്ചോ, അഖിൽമാരാറുടെ കയ്യിലാണ് കിട്ടുന്നതെന്ന് വെച്ചോ. അഖിൽമാരാറാണല്ലോ ട്രെൻഡിങ് നിൽക്കുന്നത്. മാരാരെന്ത് ചെയ്യുമായിരിക്കും? ചിലപ്പോ ഒരു ലക്ഷറി കാർ മേടിക്കുമായിരിക്കും. പുള്ളിയാണെങ്കിൽ ഇപ്പൊ ബെൻസിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി EV എടുത്ത ആളാണ്. ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി BMW ബൈക്ക് വിറ്റ ആളാണ്. ഇനി 91,35,000 രൂപ ഒരു ചെറിയ പെട്ടിക്കടയില് ഒരു മുറി കടയില് പലചരക്ക് കച്ചവടം ചെയ്യുന്ന നമ്മുടെ താഴത്തെ അബൂബക്കർ ഒക്കെ പോലുള്ള ഒരാളുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? പലിശക്ക് കൊടുക്കുമായിരിക്കും. അല്ല, അവർക്ക് പലിശ ഹറാമാ. ആണോ? ഓക്കെ. ബാങ്കിൽ ഇടുമായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ സ്ഥലം വാങ്ങിക്കുകയോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യോ. ആ ഒരു മുറി കടയെ ഒരു 4 മുറിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും. ഇനി അതൊരു പഞ്ചായത്ത് മെമ്പർക്കാണ് ഈ 91,36,000 രൂപ കിട്ടുക. സർക്കാർ വകയായിട്ട് സർക്കാർ കൊടുക്കുകയാണ് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അവരുടെ വാർഡിൽ വികസന പ്രവർത്തനത്തിന് വേണ്ടി. ആ പഞ്ചായത്ത് മെമ്പർ എന്തോ ചെയ്യുമായിരിക്കും? ഒരു കെട്ടിടം പണിയോ റോഡ് വികസനം നടത്താൻ. ഒരു കെട്ടിടോ 91 ലക്ഷം രൂപ 30 ലക്ഷം രൂപ 3 അടിപൊളി കെട്ടിടം പണിയാൻ പറ്റും. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 30 മീറ്റർ റോഡ്, പഞ്ചായത്ത് റോഡ് 3 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 91 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാം? ഒരു 2700 അപ്രോക്സ്. അതായത് 2730 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പഞ്ചായത്ത് റോഡ് സാധാരണഗതിയിൽ വെക്കുന്നത് 60 മീറ്റർ, 90 മീറ്റർ, 100 മീറ്റർ ഇങ്ങനെയൊക്കെ കണക്കിലാണ് വെക്കുക. അപ്പൊ ഒരു വാർഡിലെ മുഴുവൻ റോഡുകളും വേണമെങ്കിൽ ഒരു പക്ഷേ ഏകദേശമൊക്കെ പൊളിഞ്ഞു നടക്കുന്ന റോഡുകളും കോൺക്രീറ്റ് ചെയ്യാനുള്ള പൈസയുണ്ട്. ഇനി ഈ പൈസ ഈ 91 ലക്ഷം രൂപ ഒരു MLA കയ്യിലാണ് കിട്ടുന്നതെന്നിരിക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? മണ്ഡലത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും വികസനം ചെയ്യും. എന്തെങ്കിലുമൊക്കെ വികസനം ചെയ്യാം. ഇനി എന്റെ ചോദ്യം, 91,30,000 രൂപ കൊണ്ട് ജനപ്രിയ സർക്കാർ 10 കൊല്ലം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണെങ്കിൽ അതിനെനിക്ക് ഉത്തരവുണ്ട്. പറഞ്ഞാ വിശ്വസിക്കുവോ? ഒരു തവണ ഞെട്ടി. നമ്മുടെ നാടിന് വേണ്ടുന്ന, നാട്ടുകാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന പട്ടിണിപ്പാവങ്ങളുടെ പട്ടിണി അകറ്റുന്ന, യാത്രാ ദുരിതം മാറ്റുന്ന, അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുന്ന പോക്കിൽ 2026 ഫെബ്രുവരിയിൽ 91,35,000 രൂപ ചെലവിട്ടു. എന്തിനാണെന്ന് അറിയോ? ഒരു കൂട്ടോട്ടം സംഘടിപ്പിക്കാൻ. ഞാനിത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താ അറിയോ, ഏറ്റവും മൈലേജ് കുറഞ്ഞൊരു ലക്ഷൂറിയസ് കാറില് ഓടിയ 100 പേരെ കയറ്റി 20 കിലോമീറ്റർ ഓടിച്ചാൽ പോലും ഇത്രയും പണം ചെലവാവില്ലായിരുന്നു. ഏറ്റവും മൈലേജ് പറഞ്ഞല്ല, ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഭാരത് ബെൻസിന്റെ വലിയ വണ്ടി കിട്ടും. വലിയ വണ്ടി, പ്ലാറ്റ്ഫോം വണ്ടി കിട്ടും. ഈ വണ്ടിയിൽ ഇവരെല്ലാം കൂടെ ചേർത്ത് നിർത്തി കൈ കാണിച്ചു കൊണ്ടുപോവാ. ബാക്കി ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ മലയാളത്തിൽ അത്യാവശ്യം ഒരു സർക്കാരിന്റെ പരിപാടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം പേരുള്ള ഒരു സിനിമാ നടൻ വരും. ആ സിനിമാ നടനെ വേണമെങ്കിൽ മുന്നിൽ നിർത്താം. ഒരു 15-20 ലക്ഷം രൂപ കൊടുത്താൽ വേടനും സംഘവും വന്ന് വേണമെങ്കിൽ പാട്ടോടും. ഇടതുപക്ഷത്തിന്റെ ആളുകളാണല്ലോ. അങ്ങനെ ചെയ്യാം. സ്വന്തമായ വണ്ടി സർക്കാരിന് മേടിച്ച് വേടന്റെ ഒരു ഗാനമേളയും വെച്ച് അതിനകത്തൊരു സിനിമാ നടനെയും വെച്ചോണ്ട് പോകാനുള്ള പൈസ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു വലിയ കളർഫുൾ പരിപാടി. പ്രേക്ഷകർക്ക് ഈ മണ്ടനും വണ്ടിയും കൂടി എന്തോ പറയുന്നത്. പ്രേക്ഷകരെ, കുട്ടിക്കാലത്ത് നിന്ന് ഇങ്ങ് തൊടുപുഴയിലേക്ക് ഒരു റോഡ് പണിഞ്ഞു ഇടതുപക്ഷ സർക്കാർ. മലയോര ഹൈവേ കിഫ്ബി ഫണ്ടിൽ നിന്നാണ് പണം ചെലവഴിച്ചത്. അതിന്റെ ഉദ്ഘാടനാർത്ഥം റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ അവിടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. അപ്പൊ ജനങ്ങൾ വിചാരിച്ചു സർക്കാർ ഇങ്ങനെ റോഡ് പണിഞ്ഞതിന്റെ സന്തോഷം ഞങ്ങളുടെ കൂടെ പങ്കിടാൻ വന്നതാണെന്ന്. അതിലൊരു ഒരു സെലിബ്രിറ്റി മിലിൻ സോമൻ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ വിചാരിക്കും ഈ മിലിൻ സോമൻ വന്നതുകൊണ്ട് മിലിൻ സോമന് കൊടുത്തതാണ് 50 ലക്ഷം. മിലിൻ സോമൻ വണ്ടിക്കൂലി പോലും കൊടുത്തില്ല. പോകാൻ മേടിച്ച എയർപോർട്ടിലേക്ക് തിരിച്ച് ഓട്ടോ മേടിച്ച് പോയ ഓട്ടോ കൂലി പോലും സ്വന്തം പോക്കറ്റിൽ നിന്നാണ് കൊടുത്തതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാർക്ക് കൊടുത്തതാണ്, അവർക്കും കൊടുത്തിട്ടില്ല. ഇത് ആർക്കാ കൊടുത്തതെന്ന് അറിയത്തില്ല. പക്ഷെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 91,35,000 രൂപ 20 കിലോമീറ്റർ ഉള്ള ഒരു കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നതിന് എഴുതിയെടുത്തത്
ആ 35,000 രൂപ എന്റെ തന്നായിരുന്നെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചതായിരുന്നു ഇതിനേക്കാൾ ഒരു കൂട്ടയോട്ടം. അല്ലെ, ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ സർക്കാർ ഈ കോടികളുടെ കണക്കുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്ന് വരുന്നതാ ഈ കോടിയെന്ന്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലായപ്പോ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്തിട്ട് അവര് ഇങ്ങനെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. ഞാൻ അന്ന് നാട്ടിലാണ്. ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ പെൻഷൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമല്ലോ. നോക്കിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് എവിടുന്ന് വരുന്നില്ല ഈ കോടിയൊക്കെ കൂടെ. നമ്മളിങ്ങനെ ആലോചിക്കണോ, 35 ലക്ഷം കോടി, 25,000 കോടി, 300 കോടി, 400 കോടി, 1 കോടി, 2 കോടി, ഇങ്ങനെ കോടി കണക്കുകൾ. നമ്മളാ ഇലക്ഷന്റെ സമയത്ത് ഞാൻ തൃത്താലയിൽ പോയപ്പോ നമ്മുടെ അവിടുത്തെ മുൻ എം.പി. രാജേഷിന്റെ ഒരു ബോർഡ് കാണുകയാണ്. തൃത്താലയിൽ 1837 എത്രയോ കോടിയുടെ വികസനം. അന്നാണ് ഞാൻ രോഹിതനെ വിളിച്ചു ചോദിക്കുന്നത്, ചേട്ടാ ഈ 1800 കോടിയുടെ വികസനം എന്നൊക്കെ പറയുമ്പോ ഒരു മണ്ഡലത്തിൽ അത് അറിയാൻ പറ്റില്ലേ? 1800 കോടി എന്നൊക്കെ പറയുമ്പോ തൃത്താലയിൽ ഇന്ന വികസനം ഉണ്ടായി എന്ന് കേരളം അറിയും. അപ്പൊ ഈ കോടിക്കൊന്നും ഒരു വിലയില്ലേ? ഈ നമ്പർ ഇങ്ങനെ ഇട്ടാൽ അതിന്റെ ഇത് കഴിയോ? നേരത്തെ വസന്ത് വന്നപ്പോ വസന്ത് പറയായിരുന്നു, ദീപിക പദുക്കോൺ 5.5 കോടി രൂപയാണ് ഒരു സ്റ്റോറി ഇടാൻ മേടിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് ഈ കോടികളുടെ കണക്ക് വീണ്ടും വരുന്നത്. കോടിക്കൊന്നും ഇപ്പൊ ഒരു വിലയില്ലേ? കൂട്ടി പറഞ്ഞാൽ മതിയോ? മലയാളത്തിലെ ഒരു മുൻനിര താരങ്ങൾ മോഹൻലാൽ, മമ്മൂട്ടി പോലെയുള്ളവർ മേടിക്കുന്ന എത്ര കോടിയാന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഈ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂടി ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അഭിനയിക്കുന്നതിന് 1.5 കോടി രൂപയൊക്കെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പൊ വന്ന പുതുമുഖ താരങ്ങൾ പോലും 1 കോടി രൂപ 1 കോടി മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പടമേ ഹിറ്റായിട്ടുള്ളൂ. അപ്പോ പിന്നെ കഴിഞ്ഞ ദിവസം ഇത് ഒരാൾ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറയണ്ട്, ആവുന്ന കാലത്ത് 10 റീലിട്ട് കളിച്ചാൽ മതിയായിരുന്നു, 1 കോടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, 10 ലക്ഷം 40 ദിവസത്തെ. പക്ഷെ അവർ അതിനെടുക്കുന്ന ശരീര അധ്വാനവും കാര്യങ്ങളും ഒക്കെ വളരെ വലുതാണ്. അവർക്ക് ഈ തല്ലുകൊള്ളേണ്ടി വരും, രാപ്പകലില്ലാതെ ഷൂട്ട് ചെയ്യേണ്ടി വരും, അഭിനയിക്കേണ്ടി വരും, ഫാമിലി ലൈഫൊക്കെ കളഞ്ഞിട്ട് ഇതിന് വേണ്ടി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഒരു ഇൻഡസ്ട്രിയാണ്, കോടികൾ മുടക്കിയാൽ മാത്രം കിട്ടുന്ന ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഭരണകൂടം, ഒരു സർക്കാർ കടമെടുത്ത് പലിശക്കെടുത്ത് നടത്തുന്ന ഒരു സംവിധാനമാണ് കിഫ്ബി, അല്ലേ? അല്ലാതെ സർക്കാരിന്റെ മുത്തച്ഛനോ അപ്പൂപ്പന്മാരെ കൊണ്ട് കൊടുത്ത പൈസയൊന്നുമല്ലോ, കടമെടുത്ത് പലിശ കൊടുക്കേണ്ട പൈസ. അതിൽ നിന്ന് ആർഭാടം നടത്താൻ 91,35,000 രൂപ ചെലവാക്കിയിരിക്കുന്നു ഒരു കൂട്ടയോട്ടത്തിന്. എന്നിട്ട് നാണക്കേടും കൂടി ഈ പങ്കെടുക്കാൻ വന്നവർക്കാർക്കും 10ന്റെ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ആര് കൊണ്ടുപോയി ഈ പണം? ആരിതിന് ഉത്തരം പറയും? ഇങ്ങനെയാണ് പല സംവിധാനങ്ങളും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. വീടില്ലാതെ എത്രയോ പാവങ്ങൾ, ഇല്ലേ? അതിദാരിദ്ര്യമുക്ത കേരളം എന്നാണ് പറയുന്നത്. അതിദരിദ്രരായ എത്രയോ പേരെ നമുക്ക് ചുറ്റും നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്കനവാടി കെട്ടിടങ്ങൾ ഇപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും, കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ആ കെട്ടിടങ്ങളിലൊക്കെ ടീച്ചർമാർ കയ്യിലെ കാശും പഞ്ചായത്ത് കയ്യിലെ കാശും കൊടുത്ത് സാധാ കെട്ടിടങ്ങളില്ലാത്തവ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ ചികിത്സ കിട്ടാതെ 91 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര പേര് ചികിത്സിക്കാൻ പറ്റും? എത്ര വീട് പണിയായിരുന്നു? ഇവര് 4 ലക്ഷം രൂപയല്ലേ, 4.25 ലക്ഷം രൂപയല്ലേ ലൈഫ് ഭവന മിഷന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ കണക്കിലേക്ക് പോകുന്നില്ല, ഇനി നമ്മൾ വലിയ പാടാ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കൂട്ടാനും കുറയ്ക്കാനും നിൽക്കണം. എത്ര വീട് പണിയാ? അപ്പൊ ഈ കോടികളെല്ലാം ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇങ്ങനെ അനാവശ്യമായ പദ്ധതികൾ വെച്ച്, പരിപാടികൾ വെച്ച് പണം കൊണ്ടുപോയിരിക്കുകയാണ് പല ആളുകളും. ഈ വരാൻ പോകുന്ന സർക്കാരിൻ്റെ കാലം, ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാരിൻ്റെ കാലത്തും ഇത് സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ പല കാര്യങ്ങളിലും സർക്കാർ നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു 20 കിലോമീറ്റർ, അതൊരു കാര്യവുമില്ലാത്ത കാര്യത്തിന്, ഒരു ഉദ്ഘാടനത്തിന് കൂട്ടയോട്ടം നടത്തിയ തുകയാണ് 91,35,000 രൂപ.